ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിൽ ആഴ്ത്താൻ വീണ്ടും ഒരു ഫിഫ ലോകകപ്പ് വരുമ്പോൾ ഇത്തവണ കളി വെറും ഒരു കളിയാവില്ല. കെട്ടിലും മട്ടിലും ഒരുപാട് അത്യാധുനിക പരിഷ്കാരങ്ങളും കടുത്ത നിയമമാറ്റങ്ങളും ഒക്കെ ആയിട്ടാണ് ലോക കാൽപന്ത് കളി പോരാട്ടം അരങ്ങേറാൻ പോകുന്നത്. കെട്ടിലും മട്ടിലും ഒരു പിടി പുതുമകളുമായാണ് ഇത്തവണത്തെ ഫിഫ ലോകകപ്പ്. കളി നിയമങ്ങളിലെ ചില മാറ്റങ്ങളാണ് ഇതിലൊന്ന്. മത്സരത്തിനിടെ സമയം നഷ്ടപ്പെടുത്താനും റഫറിയുടെ തീരുമാനങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാനും ശ്രമിച്ചാൽ ഇനി മുട്ടൻ പണി കിട്ടും. ഇത്തവണ മാറ്റങ്ങൾ, പുതിയ നിയമങ്ങൾ എന്തൊക്കെയെന്ന് വിശദമായി നോക്കാം. അതിലാദ്യത്തേതാണ് വാ പൊത്തി സംസാരിക്കരുത്. നമ്മൾ പലപ്പോഴും മത്സരങ്ങളിൽ കാണാറുണ്ട്, ആവേശത്തിൽ താരങ്ങൾ തമ്മിൽ വാഗ്വാദങ്ങളും രഹസ്യം പറയലുകളെല്ലാം ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ജേഴ്സി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ കൈ ഉപയോഗിച്ച് വാ പൊത്തിയോ ആകും സംസാരിക്കുക. എന്നാൽ ഇനി കളിക്കളത്തിൽ അത് അനുവദിക്കില്ല. എന്നാൽ സൗഹൃദ സംഭാഷണങ്ങൾക്ക് വായ് പൊത്തി സംസാരിക്കുന്നതിന് ഇളവുകളുണ്ട്. ഇനി രണ്ടാമത്തേത്, മൈതാനം വിടരുത്. പലപ്പോഴും റഫറി എടുക്കുന്ന തീരുമാനത്തിൽ പ്രതിഷേധിച്ച് താരങ്ങൾ മൈതാനം വിടാറുണ്ട്. എന്നാൽ ഇനി അങ്ങനെ ചെയ്താൽ റെഡ് കാർഡ് ലഭിക്കും. ഇതിനൊപ്പം തന്നെ താരങ്ങളെ മൈതാനം വിടാൻ പ്രേരിപ്പിക്കുന്ന ഒഫീഷ്യലുകൾക്കും ഈ നിയമം ബാധകമായിരിക്കും. മറ്റൊന്ന് ത്രോയുമായി ബന്ധപ്പെട്ടതാണ്. ത്രോ എടുക്കാൻ റഫറി കൈപൊക്കി അത് അനുവാദം നൽകിയതിനു ശേഷം 5 സെക്കൻഡുകൾ വരെ എണ്ണും. അതിനുള്ളിൽ ത്രോയിൻ എടുത്തില്ലെങ്കിൽ എതിർ ടീമിന് ത്രോയിൻ നൽകും. അതുപോലെ തന്നെയാണ് 5 സെക്കൻഡിനുള്ളിൽ ഗോൾ കീപ്പർ കിക്ക് എടുത്തില്ലെങ്കിൽ എതിർ ടീമിന് അനുകൂലമായി കോർണർ കിക്ക് അനുവദിക്കും. മറ്റൊന്ന് സബ്സ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. സബ്സ്റ്റിറ്റ്യൂഷനിൽ 10 സെക്കൻഡ് സമയം മാത്രമായിരിക്കും താരങ്ങൾക്ക് മൈതാനം വിടാനുള്ള സമയം. അതിനുള്ളിൽ ഒരു താരം പുറത്ത് കടന്നില്ലെങ്കിൽ പകരക്കാരനായി ഇറങ്ങേണ്ട താരത്തിന് 1 മിനിറ്റ് മൈതാനത്തിന് പുറത്ത് കാത്തുനിന്ന ശേഷം മാത്രമേ കളിക്കാനാകൂ. മറ്റൊന്ന്, മത്സരത്തിനിടെ താരങ്ങൾക്കുണ്ടാകുന്ന പരിക്കുകളും അതിൻ്റെ പരിശോധനയുമാണ്. മത്സരത്തിനിടെ ഫിസിയോയുടെ പരിചരണം തേടുന്ന കളിക്കാരൻ 1 മിനിറ്റ് വെളിയിൽ നിന്ന ശേഷം വീണ്ടും കളിക്കളത്തിൽ പ്രവേശിക്കാം. എന്നാൽ ഗോൾ കീപ്പർ ചികിത്സ തേടുമ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ കാണാറുണ്ട്, താരങ്ങൾ മൈതാനത്തിന് പുറത്തിറങ്ങി പരിശീലകരുമായി സംസാരിക്കാറുണ്ട്. എന്നാൽ ഇനി മുതൽ അത് അനുവദിക്കില്ല. ഡ്രിങ്ക്സ് ബ്രേക്കുകൾ ഇനി 2 എണ്ണം ഉണ്ടാകും. 2 പകുതികളിലും 3 മിനിറ്റ് വീതം ഡ്രിങ്ക്സ് ബ്രേക്കുകൾ നൽകും. 22-ാം മിനിറ്റിലാണ് ബ്രേക്ക് അനുവദിക്കുന്നതെങ്കിലും 20-ാം മിനിറ്റിൽ ഒരു കളിക്കാരന് പരിക്കേറ്റാൽ റഫറിക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ മുതൽ ഇത്തരം ബ്രേക്കുകൾ അനുവദിക്കാവുന്നതാണ്. മറ്റൊന്ന്, വാർ റഫറിയുടെ ഇടപെടലുകളാണ്. ഒരു താരത്തിന് 2 മഞ്ഞക്കാർഡുകൾ ലഭിച്ചാൽ 2-ാം മഞ്ഞക്കാർഡ് വിശദമായി പരിശോധിക്കും. പിന്നീടുള്ളത്, മറ്റൊരു കളിക്കാരൻ്റെ പിഴവിന് വേറൊരു താരത്തിന് കാർഡ് നൽകിയാലും ഇത്തരത്തിൽ വാർ റഫറിയുടെ ഇടപെടലുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ തെറ്റായി വിധിക്കപ്പെടുന്ന കോർണറുകൾ പരിശോധിക്കുന്നതിലും ഈ ഇടപെടലുകൾ ഉണ്ടാകും. കളി പുനരാരംഭിക്കും മുമ്പ് ഒരു ഫൗൾ സംഭവിച്ചാലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകും. മൈതാനത്ത് സമയം പാഴാക്കുന്നത് ഒഴിവാക്കാനും താരങ്ങളുടെ അച്ചടക്കം പാലിക്കുന്നതിനുമായി കൊണ്ടുവരുന്ന ഇത്തരം നിയമങ്ങൾ കളിക്കളത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.